ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കാനിരിക്കെ എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും. ഹരിയാനയിൽ കോൺഗ്രസ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുമ്പോൾ ജമ്മു കാശ്മീർ ഇന്ത്യ സഖ്യം കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. എന്നാൽ എക്സിറ്റ് പോളുകൾ ബിജെപി തള്ളിക്കളയുകയാണ്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ER, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഈ എക്സിറ്റ് പോളുകൾ നൽകുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇന്ത്യ സഖ്യത്തിനും ഒപ്പം തന്നെ കോൺഗ്രസിനും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് എക്സിറ്റ് പോളുകൾ. കാരണം ഹരിയാനയുടെ കാര്യം ആദ്യം എടുക്കുകയാണെങ്കിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുന്നു എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതായത് റിപ്പബ്ലിക് ടിവിയുടെയൊക്കെ എക്സിറ്റ് പോളുകൾ നോക്കുകയാണെങ്കിൽ 62 വരെ സീറ്റുകൾ നേടാം കോൺഗ്രസ് എന്നാണ് പ്രവചിക്കുന്നത്. ഏറ്റവും കുറവ് സീറ്റുകൾ പ്രവചിക്കുന്നത് ദൈനിക് ഭാസ്കറിന്റെ സർവേയാണ്. അതിൽ പോലും 44 സീറ്റുകൾ നേടും, ഏറ്റവും കുറഞ്ഞത് 44 സീറ്റുകൾ നേടുമെന്ന് പറയുന്നുണ്ട്. അതായത് കേവല ഭൂരിപക്ഷത്തിന് 90 അംഗ നിയമസഭയാണ്, കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 അംഗങ്ങളുടെ പിന്തുണയാണ്. അപ്പോൾ സ്വാഭാവികമായും ഹരിയാനയിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ അത് വലിയ ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് നൽകുക എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അതിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്ത് ഒക്കെ തന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് ഭരിക്കുന്നത്, ഹിമാചൽ പ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബെൽറ്റിൽ BJP അധികാരത്തിൽ തുടച്ചു നീക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട്. ഏതായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ എക്സിറ്റ് പോളുകളെ ശരിവെക്കുമ്പോൾ, അതായത് വലിയ മാർജിനിൽ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുമ്പോൾ BJP ഏതായാലും ആ വാദങ്ങളെ തള്ളിക്കളയുന്നുണ്ട്. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി തന്നെ ആ വാദം തള്ളിക്കളയുന്നുണ്ട്. അതായത് തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിൽ വരും, 50-ലധികം സീറ്റുകൾ നേടും, അൽപായുസ് മാത്രമാണ് എക്സിറ്റ് പോളുകൾക്കുള്ളത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കോൺഗ്രസിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഭാഗത്തും അടക്കമുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നേതാക്കൾക്കിടയിൽ എങ്കിലും തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇന്നലെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ കുമാരി സെൽജയും ഒപ്പം തന്നെ രൺദീപ് സിംഗ് സുർജേവാലയുടെയും പ്രതികരണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഈ പ്രചാരണമൊക്കെ തന്നെ നയിച്ചത്. മുൻ മുഖ്യമന്ത്രിയാണ്, നിലവിൽ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. പ്രചാരണ യോഗങ്ങളിൽ ഒക്കെ തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ മകനും MP-യുമായ ദീപേന്ദർ ഹൂഡ അടക്കമുള്ളവർ ഹൂഡ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രചാരണ യോഗങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ സെൽജ വ്യക്തമാക്കിയ കാര്യം ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടെന്ന് പ്രതികരണം പറഞ്ഞിരുന്നു. സമാനമായ പ്രതികരണം സുർജേവാലയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതായാലും സുർജേവാലയുടെ അനുയായികൾ പറയുന്നത് അദ്ദേഹം കറുത്ത കുതിരയാകും എന്നൊരു അഭിപ്രായമൊക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ജമ്മു കശ്മീരിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണത്തതിന് സമാനമായ രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ഫലം വരാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ തവണ PDP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി, ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. തുടർന്ന് BJP-യും PDP-യും കൂടി സഖ്യ സർക്കാർ ജമ്മു കശ്മീരിൽ അധികാരത്തിൽ വരുന്നതാണ് കണ്ടത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സഖ്യം, അതായത് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് പരമാവധി ഇന്ത്യ സഖ്യം നേടുക ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം 48 സീറ്റുകളാണ് എന്നാണ്. ഒപ്പം തന്നെ ഏറ്റവും കുറവ് 35 സീറ്റാണ്. അവിടെയും 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ എങ്ങനെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനം അല്ലെങ്കിൽ ആർക്കൊപ്പം സർക്കാർ ഉണ്ടാക്കുമെന്ന കാര്യം ഏറെ നിർണായകമാണ്. സ്വതന്ത്രർ എടുക്കുന്ന നിലപാടുകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും. BJP ഇത്തവണ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വന്തം നിലയ്ക്ക് അധികാരത്തിൽ വരിക, സ്വന്തം മുഖ്യമന്ത്രിയെ അവിടെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പക്ഷേ BJP-യുടെ പ്രകടനം ജമ്മു കാശ്മീരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പരമാവധി 34 സീറ്റുകൾ ഒതുങ്ങും എന്നാണ് പറയുന്നത്. അതായത് ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ BJP നേടും. അങ്ങനെയെങ്കിൽ ചെറു പാർട്ടികളുടെ അടക്കം നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാവും. അവർ BJP-യെ പിന്തുണയ്ക്കുമെന്ന കാര്യങ്ങൾ നിർണായകമാകും. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ PDP അടക്കമുള്ളവർ എടുക്കുന്ന നിലപാടും, PDP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ തിരിച്ചടി ഇത്തവണ അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ പോലും ആർക്കും ഭൂരിപക്ഷമില്ലെങ്കിൽ 8 സീറ്റ് എന്ന നമ്പറൊക്കെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത് എക്സിറ്റ് പോളുകളാണ്. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ മാത്രമാണ് വരാനിരിക്കുന്നത്. തീർച്ചയായും ER രാഗേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹരിയാന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിന് ആശ്വസിക്കാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്.